ഇപ്പോൾ താങ്കൾക്കെതിരെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ആരോപണങ്ങളുമായി വന്നത് ഈ നന്ദകുമാറാണ്. താങ്കൾ കേസ് കൊടുക്കാൻ പോകുന്നുണ്ടോ? ഇലക്ഷൻ കമ്മീഷന് കംപ്ലൈൻറ്റ് കൊടുത്തു വരും തെരഞ്ഞെടുപ്പിന്. പക്ഷേ അതിനകത്തൊരു മാനനഷ്ടത്തിൻ്റെ എലമെൻ്റ് കൂടിയില്ലേ? അത് തീർച്ചയായിട്ടും ഞാൻ ഈ ഇലക്ഷൻ കഴിയുമ്പം വരും. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇത് 15 വർഷം മുമ്പെന്നും പറഞ്ഞ് അദ്ദേഹം ക്ലെയിം ചെയ്യുന്ന കാര്യം ഒരു ഇലക്ഷന് 15 ദിവസം കൊണ്ടുവരുന്നത് തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. പക്ഷേ ഈ ഇലക്ഷൻ്റെ ഇടയ്ക്ക് എനിക്ക് ഡിസ്ട്രാക്ട് ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമ നടപടികളെ കുറിച്ച് ആലോചിക്കുമല്ല കൊടുക്കും. ഓക്കെ, അപ്പൊ ക്രൈം നന്ദകുമാറിനെതിരെ ദല്ലാൽ നന്ദകുമാറിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആലോചിക്കും. ഇപ്പോൾ ഫോക്കസ് ഇലക്ഷൻ കമ്മീഷന് കംപ്ലൈന്റ് കൊടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു. പക്ഷേ ഇനി മാനനഷ്ട കേസ് കൂടി കൊടുക്കും. അങ്ങനെ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല, ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഇല്ല, കാര്യം ഞാൻ പറഞ്ഞല്ലോ 15 വർഷം മുമ്പ് നടന്നു എന്ന് ഇദ്ദേഹം ക്ലെയിം ചെയ്യുന്ന കാര്യം 15 ദിവസം മുമ്പ് വന്ന് പറയുന്നു. അന്ന് എന്നെ പറഞ്ഞ വിഷുവിൻ്റെ അന്ന് ഞാൻ എന്തൊക്കെയോ ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതൊക്കെ ഒരു സെൻസേഷൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളും അതൊരു സംശയമുണ്ടാക്കുന്ന തരത്തിലൊരു അവ്യക്തമായ എന്തോ പറഞ്ഞു പോകും. പി ജെ കുര്യൻ ഉൾപ്പെടെയുള്ളവരെ കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നല്ലോ. കാര്യം ഇവരൊക്കെ തമ്മിലുള്ള ഈ നെക്സസ് എന്താണെന്നുള്ളതാണെന്ന് ശരിക്കും കേരള സമൂഹം അന്വേഷിക്കേണ്ടത്. കാര്യം ഇവരെല്ലാം അത്രയ്ക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ആണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. അതായത് UPA2 കാലത്ത് ഡെഫിനറ്റ്ലി അത്തരത്തിലുള്ള ചില ബന്ധങ്ങളും അധികാരത്തിന്റെ ഇടനാഴികളും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാവാം. ഈ പി ജെ കുര്യൻ അടക്കമുള്ളവരൊക്കെ അതിലുണ്ടാവാം. തീർച്ചയായിട്ടും. ഇപ്പം ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം. അപ്പം എങ്ങനെയുള്ളൊരു വ്യക്തിയെക്കുറിച്ച് ഇപ്പം പ്രൊഫസർ കുര്യൻ സാറൊക്കെ 7-8 പ്രാവശ്യം MP മിനിസ്റ്ററും ഒക്കെ ആയൊരു വ്യക്തി, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കൂടെ കൊണ്ടു നടക്കുന്നത് എന്തിനാണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്കൊന്ന് തിരക്കിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപ് പത്തനംതിട്ട മണ്ഡലത്തിൽ വന്നു. പത്തനംതിട്ടയൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ പത്തനംതിട്ട മണ്ഡലത്തിൽ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തും എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് ഉയർന്ന് വിജയിക്കണമെങ്കിൽ ഒരു 1.5 ലക്ഷം വോട്ട് പിടിക്കണം. ആ വോട്ട് ക്യാച്ച്മെന്റ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഫിഡൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും. കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നവിടെ വികസനമാണ്. പത്തനംതിട്ടയുടെ സമഗ്ര വികസനം. ഇപ്പോൾ ഏത് മേഖലയിലല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു വലിയൊരു ടൂറിസ്റ്റ് ഹബ്ബാവാൻ പൊട്ടൻഷ്യലുണ്ട്, ഒരു റിലീജിയസ് കൾച്ചറൽ ഹബ്ബായി മാറാൻ പൊട്ടൻഷ്യലുണ്ട്, ഒരു ഹെൽത്ത് പല പൊട്ടൻഷ്യലുണ്ട്. ഞാൻ എൻ്റെ ഒരു 6 ദിവസം മുമ്പ് ഞാൻ എൻ്റെ ഒരു മാനിഫെസ്റ്റോ ഈ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി മാത്രം ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 2 കോപ്പി എടുത്തു. അപ്പം അത് കാരണം ഇവിടുത്തെ ജനങ്ങൾ ബാസ്റ്റിൻ കൂടി ആയതുകൊണ്ട് ഒരു കോട്ടയാണല്ലോ. ആ കോട്ടയിൽ കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ള ആളുകൾ അനിൽ ആന്റണിക്ക് വന്ന് വോട്ട് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ എന്തായിരിക്കും? അതൊരു പ്രധാന കാര്യം. ഞാൻ ഇതുവരെ എല്ലാ സംഘടനാ മണ്ഡലങ്ങളിലും 2-ലധികം പ്രാവശ്യം പോയി. ഒരു ശരിക്കും യു വിൽ ബി സർപ്രൈസ്ഡ്. ഇപ്പം 100 കണക്കിന് പ്രത്യേകിച്ച് യുവാക്കൾ അതുപോലെ പ്രായമായവരും എല്ലാം എന്നോട് വന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഇതുവരെ നമ്മൾ ജീവിതത്തിൽ കോൺഗ്രസിനെ വോട്ട് ചെയ്തിട്ടുള്ളൂ, മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുള്ളൂ, കേരള കോൺഗ്രസിനാണ് പ്രധാനമായിട്ടും വോട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം ആദ്യമായിട്ട് നമ്മൾ താമരയ്ക്കും താങ്കൾക്കും മോദിജിക്കും വോട്ട് ചെയ്യാൻ പോവുകയാണ്. കാര്യം നമുക്ക് ഇവിടെ അവസരങ്ങളും വികസനവും വേണം. അവരെന്നോട് പറയുന്ന കാര്യമാണ്. കാര്യം ഈ നാട് ഇപ്പം ഈ പത്തനംതിട്ടയിൽ മാറി ആലപ്പുഴ അല്ലെങ്കിൽ കോട്ടയം ജില്ലയിലേക്ക് പോകുമ്പോൾ തന്നെ റോഡുകളുടെ ക്വാളിറ്റിയൊക്കെ മാറുകയാണ്. അപ്പം അടിസ്ഥാന സൗകര്യങ്ങളിൽ തന്നെ ഇപ്പം ഒരുപാട് മാറ്റം ആൾക്കാർ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇപ്പോൾ ഈ ജില്ലയിൽ ആകപ്പാട് ഒറ്റ റെയിൽവേ സ്റ്റേഷനേ ഉള്ളൂ, തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ. താങ്കൾ അവിടെ പോയി കാണും നിരവധി പ്രാവശ്യം. അപ്പം ഇന്ത്യ മുഴുവൻ നമ്മൾ ലോകാതര നിലവാരമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നു. അപ്പം ഈ കേരളത്തിൽ തന്നെ ട്രിവാൻഡ്രം, കൊല്ലം ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ നല്ല ഫേസ് ലിഫ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പം കുറച്ച് നല്ല സൗകര്യങ്ങളൊക്കെ ആയി. പക്ഷേ ഇവിടെ ഇന്നും ആ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ അത് ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള എന്താണോ അത് തന്നെയാണ് ഇന്ന്. പക്ഷേ അതിനെ കഴിഞ്ഞ് മോൺ ഡൗൺ ആയി. അപ്പം ആൾക്കാർ ഇവിടെ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു. അപ്പം മറ്റെന്തിനേക്കാൾ ഇന്ന് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നത്, അതായത് അവർക്ക് വേണ്ടത് ഇവിടെ വികസനവും അവസരങ്ങളും അവർക്ക് മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യവുമാണ്. ഓക്കെ, ഇത് അനിൽ ആന്റണിയുടെ പത്തനംതിട്ടയ്ക്ക് വേണ്ടിയുള്ള മാത്രമുള്ളൊരു മാനിഫെസ്റ്റോ ആണ് അല്ലേ? വികസിത ഭാരതം എന്നതാണ് അതിൻ്റെ തലക്കെട്ട്. അതിൽ ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ആ വിശേഷങ്ങളിലേക്കൊക്കെ പിന്നീട് വരാം. ഇനി ഞാൻ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ